ജനാധിപത്യവാദികളും പരിഷ്കർത്താക്കളും സ്വാതന്ത്ര്യ സമര സേനാനികളും പോരാടി രൂപം കൊണ്ടതാണ് അവകാശങ്ങളും ജനാധിപത്യവും ഭരണഘടനയും. അത്തരമൊരു അടിസ്ഥാന ബോധം നമുക്കുണ്ടാകണം, തലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇന്ന് രാജ്യം ഭരിക്കുന്നവര് മതേതരത്വത്തെ പോലും പരാമർശിക്കുന്നത് ഈ രാജ്യത്ത് ആർക്കോ ചെയ്യുന്ന ഔദാര്യം എന്ന നിലയിലാണ്. അവകാശങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത് ഭരണകൂടത്തിന്റെ ഉദാരത എന്ന നിലയിലാണ്. അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത് ആരുടെയും ഔദാര്യമല്ല, ആരുടെയും ഉദാരതയല്ല, മറിച്ച് ഈ രാജ്യം രൂപം കൊള്ളുന്നതിന് വേണ്ടി നിസ്വാർത്ഥമായി നിരന്തരമായി പോരടിച്ച സമരം ചെയ്ത ഭരണഘടനയ്ക്ക് വിധേയമായ രാഷ്ട്ര നിർമ്മാണത്തിന് കാർമ്മികത്വം വഹിച്ച രാജ്യസ്നേഹികളുടെ സ്വപ്നമായിരുന്നു ജനാധിപത്യ ഇന്ത്യ, സ്വതന്ത്ര റിപ്പബ്ലിക്, നിയമവിധേയമായ രാജ്യം, അവകാശങ്ങളും അവസരങ്ങളും പരിരക്ഷിച്ചു നൽകുന്ന മാനുഷികതയുടെ ഇന്ത്യ. അങ്ങനെ നിരന്തരമായ സമരങ്ങളിലൂടെ വീരോചിതമായ രക്തസാക്ഷിത്വത്തിലൂടെ രൂപപ്പെടുത്തിയതാണ് ഇന്ത്യയെ. അത് രൂപപ്പെടുത്തുന്നതിൽ ഒരു പങ്കും വഹിക്കാത്തവരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ പറയും ഇന്ത്യ തകർന്നാൽ ഇന്ന് ഭരിക്കുന്നവർക്കൊരു ഛേദവുമില്ല. കാരണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരരംഗത്തോ മൂല്യങ്ങൾ സംഭാവന അർപ്പിക്കുന്നിടത്തോ എവിടെയും കാണാത്തൊരു വിഭാഗം ഫാഷിസ്റ്റുകളാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യം തകർന്നാൽ അവർക്ക് പ്രശ്നമില്ല, തകരുമ്പോൾ പ്രശ്നമുണ്ടാകുന്നത്, മൂല്യങ്ങൾ നിഷേധിക്കുമ്പോൾ പ്രതിഷേധമുയരുന്നത്, രാജ്യത്തിന്റെ സന്തുലിതമായ സമത്വസുന്ദരമായ സാമൂഹ്യഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, രാഷ്ട്രഘടനയിൽ മതവൽക്കരണമല്ല വേണ്ടത്, മതനിരപേക്ഷതയാണ് വേണ്ടതെന്ന് നിരന്തരം പറയുന്നത്, ഈ രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഇടപെട്ട ഒരു സമൂഹത്തിന്റെ പിൻഗാമികളാണ് എന്നത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പൗരസമൂഹം ഇത്തരം സന്ദർഭം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ രാജ്യസ്നേഹികൾക്ക് രാജ്യത്തിന്റെ പൗരസമൂഹത്തിന് ആവശ്യപ്പെടാനുള്ളത് ഈ രാജ്യം ഭരണഘടനാപരമായി മുന്നോട്ട് പോകണമെന്നത് മാത്രമാണ്. ഭരണഘടനാപരമായി തന്നെ രാജ്യം മുന്നോട്ട് പോകണം. ചാതുർവർണ്ണത്തിന്റെ കഴിഞ്ഞകാല ഭീകരതയെ പാർലമെന്ററി സംവിധാനത്തെ ദുർവിനിയോഗപ്പെടുത്തി രാഷ്ട്ര നിയമമാക്കുന്ന ഹിഡൻ അജണ്ടയെ നിർഭയത്വത്തോടെ പൗരസമൂഹം ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയം ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, നമുക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തിന്റെ ഓരോ പൗരനും പറയാനുള്ളത്, ഈ രാഷ്ട്രശില്പികൾ കൊടിച്ച അവർ നിർമ്മിച്ച മാനുഷികതയുടെ, സ്വാതന്ത്ര്യത്തിന്റെ, സൗഹൃദത്തിന്റെ, നീതിയുടെ, സമത്വ ഭാവനയുടെ ഭരണഘടനയുടെ ഇന്ത്യ ഇവിടെ സംരക്ഷിക്കപ്പെടണം. അതാണ്. അത് ഹനിക്കുന്നിടത്താണ്, അത് മാറ്റിവെക്കുന്നിടത്താണ്, അവിടെ ഹിഡൻ അജണ്ട കടത്തിക്കൂട്ടുന്നിടത്താണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെടും.